നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിൻ്റെ അപ്പീൽ തള്ളിയിരിക്കുന്നു. വിനി ജൂനിയർക്ക് തിരിച്ചടി, റയൽ മാഡ്രിഡിന് തിരിച്ചടി. അടുത്ത 2 ലാലിഗ മത്സരങ്ങൾ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല. വലൻസിയക്കെതിരെയുള്ള മത്സരത്തിൽ ഗോൾ കീപ്പർ അദ്ദേഹത്തെ ഒന്ന് ടോണ്ട് ചെയ്തതിന് വിനി ജൂനിയർ പ്രതികരിച്ച് എല്ലാവരും കണ്ടതായിരുന്നല്ലോ. അന്ന് റഫറി റെഡ് കാർഡ് കൊടുത്തു. അദ്ദേഹത്തിന് 2 മത്സരങ്ങളുടെ വിലക്ക് പിന്നീട് ലാലിഗ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ റയൽ മാഡ്രിഡ് അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അതിൽ റഫറി ഗോൾ കീപ്പർ വിനിയെ ടോണ്ട് ചെയ്തത് പരിഗണിച്ചിട്ടില്ല, അതിൻ്റെ റിയാക്ഷൻ മാത്രമാണ് വിനി ചെയ്തത് എന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെയാണ് കാർലോ അഞ്ചലോട്ടിയുടെ പ്രതികരണവും വന്നിട്ടുണ്ടായിരുന്നത്. വിനിയെ ഇങ്ങോട്ട് ചെയ്തതിന് റിയാക്ട് ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ അപ്പീൽ തള്ളിയിരിക്കുകയാണ്. വിനി ജൂനിയർക്ക് അടുത്ത 2 മത്സരങ്ങളും കളിക്കാൻ കഴിയില്ല. അടുത്ത 2 മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ അടുത്ത കളി കോപ്പ ഡെൽ റേ ആണ്. അത് അദ്ദേഹത്തിന് കളിക്കാം. കോപ്പ ഡെൽ റേയുടെ റൗണ്ട് ഓഫ് 16 മത്സരം റയൽ മാഡ്രിഡ് വേഴ്സസ് സെൽറ്റ വിഗോ ജനുവരി 17 പുലർച്ചെ 2 മണിക്കാണ് ആ മത്സരമെങ്കിൽ ലാലിഗയിലെ 2 കളികളാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നഷ്ടമാവുക. ഒന്ന് ലാസ് പാൽമാസിനെതിരെ ജനുവരി 19 രാത്രി ഇന്ത്യൻ സമയം 8:45 മത്സരമാണ്. അത് കഴിഞ്ഞിട്ട് റയൽ മാഡ്രിഡ് RB സാൽസ്ബർഗുമായിട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരം കളിക്കുന്നുണ്ട്. അത് യുവേഫയുടെ കളിയാണ്, സ്വാഭാവികമായിട്ടും വിനിക്ക് കളിക്കാം. അതും കഴിഞ്ഞിട്ട് ജനുവരി 26 പുലർച്ചെ 1:30 വാലഡോയിഡുമായിട്ടുള്ള മത്സരമാണ് ലാലിഗയിൽ പിന്നെയുള്ളത്. ആ കളി വിനി ജൂനിയർക്ക് നഷ്ടമാകും. ചുരുക്കത്തിൽ വിനിക്ക് 2 പ്രധാനപ്പെട്ട മത്സരങ്ങൾ. ഇത് പ്രധാനപ്പെട്ട മത്സരം എന്ന് പറയാൻ കാരണം ഓരോ കളി ഇപ്പോൾ പ്രധാനപ്പെട്ടതാണ്. അത്ലറ്റിക്കോ മാഡ്രിഡും റയൽ മാഡ്രിഡും തമ്മിലുള്ള കടുത്ത പോരാട്ടമായിട്ട് ലാലിഗ മാറിയിട്ടുണ്ട്. 44 പോയിൻ്റാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന്, 43 പോയിൻ്റാണ് റയൽ മാഡ്രിഡിന്. ഇനി പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല. സോ വിനിയെ അടുത്ത 2 മത്സരങ്ങൾക്ക് ലാലിഗയിൽ അവർക്ക് ലഭ്യമാവില്ല എന്നുള്ളത് തിരിച്ചടി തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.